കല്യാണി ആവട്ടെ, പിന്നെ ഗ്ലാമി ഗംഗ ആവട്ടെ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരും തന്നെ ഒരാളുടെയും വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ചിട്ടോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ നാളെ സൂര്യൻ ഉദിക്കില്ല എന്നോ നാളെ തന്നെ നിങ്ങളെ തീർത്ത് കളയുന്നോ ആരും പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇങ്ങനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇഫ് യു വോണ്ട് ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. ഡോക്ടറെയാണ് ഞാൻ. ഒരാളുടെയും വീഡിയോ കണ്ടിട്ട് പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി പർച്ചേസ് ചെയ്ത് നോക്കിയിട്ടില്ല. മറ്റുള്ള കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ പറയുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ ടാൻ പൂർണ്ണമായി മാറ്റാന്നൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്നില്ല. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാജിക്കലി നിങ്ങളുടെ ടാൻ റിമൂവ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ആവുന്നതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്നറിയോ? സ്കിൻ എക്സ്ഫോളിയേഷൻ. ഈ സോപ്പിന്റെ ടെക്സ്ചർ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് റഫ് സൈഡ്. ഇത് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ടാൻ ലെയർ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതാണ് ഇതിന്റെ സ്മൂത്ത് സൈഡ്. ഇത് നമ്മുടെ സ്കിൻ നല്ല നറിഷ് ആയിട്ടിരിക്കാനും സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഭയങ്കര പ്രീമിയമും നാച്ചുറൽ ആണ്. ലൈക്ക് ഗോട്ട് മിൽക്ക്, സാൻഡൽവുഡ്, കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ സാഫ്രോൺ. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു സോപ്പിന്റെ ഫ്രേഗ്രൻസ് ഒരു രക്ഷയുമില്ല. നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് ഈ ഒരു സ്മെല്ല് നിങ്ങളെ മേത്തന്നെ ഇങ്ങനെ കിടക്കും. ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ്ലി 7 ദിവസമായി യൂസ് ചെയ്യുന്നു. എന്റെ സ്കിന്നിലുള്ള ടാൻ നല്ലപോലെ റിമൂവ് ആയതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സോപ്പിന്റെ ടെക്സ്ചർ എസ്പെഷ്യലി നമ്മുടെ സ്കിന്നിന്റെ എക്സ്ഫോളിയേഷന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിലുള്ള വിട്ടുമാറാത്ത ടാൻ റിമൂവ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് 21 മുതൽ 25 ദിവസം വരെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തന്നെ ആ മാജിക് മനസ്സിലാവും. താങ്ക് മീ ലേറ്റർ. ഞാൻ ഒരുത്തിന്റെയും വീഡിയോ പോയി കണ്ടിട്ട് ഞാൻ പോയിട്ട് ഒരു പ്രോഡക്റ്റും വാങ്ങിക്കാറില്ലെന്ന് ഇതൊക്കെ ഇത്രയും ധൈര്യത്തോടെ പറയാനായിട്ട് ഹെലനെ സാധിക്കണം. എന്തായാലും കൊള്ളാം. എന്തായാലും നമുക്ക് ഈ ഒരു സോപ്പിന്റെ ഹെലൻ തന്നെ വെച്ചൊരു പിക്ചറിന് നമുക്ക് നോക്കാം. ഇതില് ഫസ്റ്റ് ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ 2 പിക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതില് ബിഫോറിലെ പിക്കിൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒട്ടുമില്ല. അതിന്റെ അപ്പുറത്ത് ആഫ്റ്റർ എന്ന് പറഞ്ഞ പിക്കിനകത്ത് ലൈറ്റ് ഉണ്ട്. അതായത് നിങ്ങൾ ആ വോള്, അതായത് ആ ഭിത്തി ഉണ്ടല്ലോ, ആ ഭിത്തി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. രണ്ടിന്റെ അതായത് ആ ഭിത്തി വരെ വെളുപ്പിച്ച് കളഞ്ഞു ഗർ സോപ്പ് കൊണ്ട്. അതാണ് ഇവിടെ ഹെലൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ ആ കറുത്ത ഫ്രിഡ്ജ് കൂടെ ഒന്ന് വെളുപ്പിച്ചെടുക്കായിരുന്നു ആ സോപ്പ് കൊണ്ട്. അത്രയും വെളുക്കും, അത്രയും ടാൻ മാറ്റി തരുന്ന സോപ്പാണ് ഈ ഹെലൻ പറഞ്ഞ സോപ്പ്. എന്റെ പൊന്നെ ഹെലനെ, ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പറയേണ്ട കാര്യമുണ്ട്? ഹെലനെ വിശ്വസിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഹെലന്റെ വാക്കുകളിന് വില നൽകുന്ന എത്രയോ വ്യൂവേഴ്സ് ഉണ്ട്. ആ വ്യൂവേഴ്സിന്റെ അടക്കം നമ്മൾ കുറച്ചെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണ്ടേ? പ്രൊമോഷൻ വർക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് ഓക്കെ. പക്ഷെ അതിനകത്ത് ഇത്രയും ഇങ്ങനെയൊക്കെ പിക്ചർ ഇപ്പം കാണുന്നവരോടാണെങ്കിലും പറയണേ. ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു വിഷ്വൽ, അതായത് നമ്മളൊരു വീഡിയോ ഒരു അല്ലെങ്കിൽ ഒരു ഫോട്ടോസ് എടുക്കാൻ നേരത്ത് നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഈവൻ ഇപ്പൊ എന്റെ ഇവിടെ ആണെങ്കിൽ ഞാൻ ഇരിക്കുന്ന നല്ലൊരു ലൈറ്റ് ഉള്ള ഒരു സോഴ്സിലായിരിക്കും. അതിപ്പോ മേ ബി ഒരു സൺലൈറ്റ് ആവും, അല്ലെങ്കിൽ നമ്മുടെ നോർമലി നമ്മുടെ റൂമിലെ ഉള്ള സാധാ ലൈറ്റ് ആവും. എന്തെങ്കിലും ഒരു എഫക്റ്റിന് വേണ്ടി നമ്മൾ ലൈറ്റ് ഇടും. ആ ലൈറ്റിന്റെ വെളിച്ചത്തിലായിരിക്കും നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ പിക്ചറിൽ അവിടെ ഒന്ന് എൻഹാൻസ് കിട്ടും. അതായത് ഫേസ് ഒന്ന് ബ്രൈറ്റനായിട്ട് നിൽക്കും. അതൊക്കെയാണ് ഇതിനുള്ള കാരണം. അല്ലാതെ ഈ ഹെലൻ കാണിക്കുന്ന കൂട്ട് ഈ 2 കൈയും കുഞ്ഞും കൂട്ടിപ്പടിക്കും നോക്കൂ, ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കൂ എന്ന് പറയുന്ന കൂട്ടല്ല ഒരിക്കലും. ഇതിനെ കുറിച്ച് ഞാൻ അങ്ങനെ റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കണായിരുന്നു. പക്ഷെ എന്നാൽ അതിനുള്ള പിന്നെ വേണ്ട എന്നും വിചാരിച്ചു. അങ്ങനെ പോയിരിക്കായിരുന്നു. പക്ഷെ ഹെലൻ തന്നെ ഇതിനൊരു വഴി കാണിച്ച് തുറന്നു തന്നു. അല്ലാതെ നമ്മൾ എന്ത് പറയണം? അപ്പൊ ഇനി ഇവരൊക്കെ പറഞ്ഞത് എന്തായാലും കേട്ടല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, ആരും പുഷ് ചെയ്യുന്നില്ല. ഇനി എനിക്ക് വേറൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതെന്തായാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. ആ ഒരു കമന്റ് ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് പറയണതാണ് ഇതേപോലത്തെ ഒരു സെയിം സാധനം. എന്നാലും നമുക്ക് അത് അവിടെ കാണാം. അപ്പൊ എല്ലാവർക്കും നിങ്ങൾ അതിനു മുൻപ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നേരത്ത് ഇപ്പൊ ഹെലൻ തന്നെ കേട്ടല്ലോ നിങ്ങൾ. ഞാൻ ഇങ്ങനെ ഒരുത്തന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച് തേച്ച് നോക്കിയിട്ടില്ല. ഒരു വീഡിയോസും കണ്ട് ആരും, അതായത് എന്താ ഹെലൻ തന്നെ പറയുന്നത്, ഇത്രയും ഫോളോവേഴ്സും ഇത്രയും പ്രൊമോഷൻ വർക്ക്സും ചെയ്ത ഹെലൻ തന്നെ വന്ന് പറയുന്നുണ്ട് അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത് എന്നാണ് ഹെലൻ തന്നെ വന്ന് പറയുന്നത്.
എല്ലാം ക്യാഷ് കിട്ടും. അതുപോലെ തന്നെ പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നവർക്ക് കാശ് കിട്ടും. അത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവരല്ലാതെ നിങ്ങൾ തേക്കണം. അപ്പൊ നിങ്ങളോട് യാതൊരു, അവർക്ക് കാശ് കിട്ടുന്നതുകൊണ്ട് അവർ ഇതൊന്നും നിങ്ങളെ വീഡിയോസിൽ വന്ന് കാണിക്കും. അത്രേ ഉള്ളൂ അവരുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് ഇനിയെങ്കിലും തീരുമാനിക്കേണ്ടത് ആരാണ്? ഇത് കാണുന്ന വ്യൂവേഴ്സാണ്. കാര്യം ഇതുപോലെ ഈ ബ്യൂട്ടി ബ്ലോഗേഴ്സിനും ഇവർക്കൊന്നും ഈ കാണുന്ന ഈ പ്രേക്ഷകരോട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ല. അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇത് വേണോ വേണ്ടയോ. കാരണം ഇവര് പറഞ്ഞത്, ഇപ്പൊ ഹെലൻ പറഞ്ഞത് തന്നെയായിരിക്കും ഇവരുള്ള എല്ലാ ബ്യൂട്ടി ബ്ലോഗേഴ്സിനും ഉള്ള തീരുമാനം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.